9ാം ക്ലാസ്സിലെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. ഇവിടെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറുന്നുണ്ട്. ഹിയർ ക്ലോറിൻ ആറ്റം accept 1 electron to become chloride ion. Its electronic configuration is 287. Accept 1 electron to form chloride ion 288. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഇലക്ട്രോൺ കെ ഷെല്ലില്, 8 ഇലക്ട്രോൺ എൽ ഷെല്ലില്, 7 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്. 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ എത്ര ഇലക്ട്രോൺ ആകും? ഒക്ടറ്റ് അറ്റൈൻ ചെയ്യും. 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാകും. അപ്പോൾ ഈ ക്ലോറൈഡ് അയോൺ ആയി മാറും. അതിന് ഇവിടെ ബ്രാക്കറ്റിന് വെളിയിൽ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജും കൂടെ ഇടേണ്ടതാണ്. ഇക്വേഷൻ ആണ് Cl+1 ഇലക്ട്രോൺ ഗീവ് Cl-. ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോൺ ആയി മാറുന്നു. ഇനി നമുക്ക് അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളതാണ് ആ ടേം വരുന്നത്. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ടു ഫോം എ നെഗറ്റീവ് അയോൺ. ഒരു ക്ലോറിൻ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ഇത്രയും നമ്മൾ പഠിച്ചതിലെ കഴിഞ്ഞ വീഡിയോ ഉൾപ്പെടെ ഇതും കൂടി ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ഹൗ ടു ഫോം സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ, എങ്ങനെയാണ് അതിന്റെ ഫോർമേഷൻ എന്നുള്ളത് ഡയഗ്രത്തിൽ കൂടെ വരച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോഡിയം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 1 ആണ്, ദാറ്റ് ഈസ് വാലൻസ് ഇലക്ട്രോൺ 1 പ്ലസ് ക്ലോറിൻ ആറ്റം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 7 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ ഇവിടുന്ന് സോഡിയം ക്ലോറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ടു അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കണം. അതിന്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് അയോണാണ് വരുന്നത് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ. ക്ലോറിൻ ആ ഒരു ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ അതിന് നെഗറ്റീവ് അയോണാണ് വരുന്നത്. അതിനെയും ബ്രാക്കറ്റിനുള്ളിൽ ആറ്റത്തെ കാണിച്ചിട്ട് ഇവിടെ 7 ഇലക്ട്രോൺ ആണ് ഇവിടെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ 8 ഇലക്ട്രോൺസ് ഓട്ടോമോസ്റ്റ് ഷെല്ലിൽ കാണിക്കണം. അതുകൂടാതെ നെഗറ്റീവ് ചാർജും കൂടി കാണിക്കേണ്ടതാണ്. അപ്പോൾ Na+ അയോണും Cl- അയോണുമാണ് ചേർന്നിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വാലൻസ് ഇലക്ട്രോൺ ഓഫ് ഈച്ച് ആറ്റം ഇൻ എ കോമ്പൗണ്ട് റെപ്രസെന്റഡ് ആസ് ഡോട്ട്സ്. ദാറ്റ് ഈസ് സോഡിയം. വാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയം is 1 and chlorine is 7. Sodium donate 1 electron to chlorine and to become a positive ion, and chloride ion converted into negative ions, that is chloride ions. സോഡിയം ഒരു ഇലക്ട്രോണിനെ, അതായത് വാലൻസ് ഇലക്ട്രോൺ, അതായത് സംയോജക ഇലക്ട്രോൺ ഒരെണ്ണമാണ് ഇതിനുള്ളത് സോഡിയത്തിന്. ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. ക്ലോറിൻ അന്നേരം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകുന്നു. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ സോഡിയം പോസിറ്റീവ് അയോണായി മാറുകയും ക്ലോറിൻ ക്ലോറൈഡ് അയോണായി മാറുകയും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ, സംയോജക ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇൻറ്റു മാർക്ക് ഇട്ടിട്ട്, ക്രോസ് മാർക്ക് ഇട്ടിട്ടും സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും, ഒരു സംയുക്തത്തിലെ ഓരോ ആറ്റത്തിൻ്റെയും സംയോജക ഇലക്ട്രോണിനെ ഡോട്ട് കൊണ്ട് പ്രതിനിധീകരിക്കാം. അതായത് സിമ്പിളിന് അറൗണ്ടായിട്ട് എന്ത് ചെയ്യാം? ഡോട്ട് ഇട്ടിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സോഡിയം ക്ലോറൈഡ് ഫോർമേഷന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എഴുതുന്നത്. ഇതിൽ വാലൻസ് ഇലക്ട്രോൺ മാത്രം നോക്കിയാൽ ഇവിടെ 2,8 ഒന്നും ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2,8 വാലൻസ് ഇലക്ട്രോൺ 7 മാത്രം ഇവിടെ എഴുതിയാൽ മതിയാവും. പിന്നെ അത് ഡൊണേറ്റ് ചെയ്യുന്നതും അതിന് കിട്ടുന്ന ചാർജസും അതിന് മുകളിൽ സ്ക്വയർ ബ്രാക്കറ്റിന് മുകളിലായിട്ട് എഴുതേണ്ടതാണ്. ഇനി അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ റിയാക്ഷൻ നോക്കിയതിന് ശേഷം ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇവിടെ സോഡിയമാണ് ആദ്യത്തെ ഒരു പാർട്ട്. ഇത്രയും ഈ 2 കോളത്തിൽ സോഡിയത്തിന്റെ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ നെക്സ്റ്റ് കോളം ക്ലോറിൻ ആണ്. അതിൽ ഫസ്റ്റിൽ അവർ പറയുന്നുണ്ട് ഇവിടെ 4 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം, അതേപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണം, ചാർജുകളും എഴുതണം. അതേപോലെ അത് സോഡിയത്തിന്റെ എഴുതണം, ക്ലോറിന്റെ എഴുതണം. ഇവിടെ സോഡിയം എഴുതുമ്പോൾ ബിഫോർ റിയാക്ഷൻ, ബിഫോർ കെമിക്കൽ റിയാക്ഷൻ, അതായത് രാസപ്രവർത്തനത്തിന്റെ തൊട്ട് മുൻപ്, അതേപോലെ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന് ശേഷം. ആർക്ക്? സോഡിയത്തിന്റെ. ഈ 4 കാര്യങ്ങൾ എഴുതണം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോറിനിലേക്ക് പോകാം. ഇവിടെ സോഡിയം നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ റിയാക്ഷൻ ആണ്. ഇവിടെ ബിഫോർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആരോ മാർക്കിന് മുമ്പുള്ളതാണ്. അത് 281 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആഫ്റ്റർ റിയാക്ഷൻ വരുമ്പോൾ എത്രയാണ്? 28. അതിവിടെ എഴുതുക. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിഫോർ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന് മുമ്പ് ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ എത്ര ഉണ്ട്? 8, 2, 10, 11 ഉള്ളത്. എന്നാൽ കെമിക്കൽ റിയാക്ഷന് ശേഷം, രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ, 10. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, സോഡിയത്തിന് മാത്രമാണ് ചോദിക്കുന്നത്. സോഡിയത്തിൽ പ്രോട്ടോണുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. റിയാക്ഷന് മുമ്പായാലും റിയാക്ഷന് ശേഷമാണെങ്കിലും പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ന്യൂക്ലിയസിനുള്ളിലാണ് ഇരിക്കുന്ന പ്രോട്ടോൺസ്, അതുകൊണ്ട് തന്നെ നോ ചേഞ്ച്. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11, ഇവിടെയും 11. ദെൻ ചാർജസ്. ഈ ചാർജ് റിയാക്ഷന് മുന്നേ സോഡിയത്തിന് ചാർജ് എന്തെങ്കിലും ഉണ്ടോ? നോ ചാർജ്, ചാർജ് ഇല്ല. അതേപോലെ തന്നെ റിയാക്ഷന് ശേഷം സോഡിയത്തിന് എന്തുണ്ട്? പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഇതേപോലെ തന്നെ ഇനിയും ക്ലോറിൻ്റെത് എഴുതണം. ക്ലോറിൻ ബിഫോർ റിയാക്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ആഫ്റ്റർ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന് ശേഷം ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 288 ആണ്. അതേപോലെ നെക്സ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്ലോറിൻ ബിഫോർ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന് മുൻപ് 17 ഇലക്ട്രോൺസ് ആണ്. 2 + 8 + 7, 17 ഇലക്ട്രോൺ ആണ്. കെമിക്കൽ റിയാക്ഷന് ശേഷം ആഫ്റ്റർ റിയാക്ഷൻ എത്രയാണ്? 18 വരും, 288. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണത്തിന് മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണവും. അപ്പോൾ ക്ലോറിൻ 17 ബിഫോർ റിയാക്ഷൻ ആണെങ്കിൽ 17, ആഫ്റ്റർ ആണെങ്കിൽ 17 ആണ്. ഇനി ചാർജസ് നോക്കുകയാണെങ്കിൽ ക്ലോറിന് കെമിക്കൽ റിയാക്ഷന് മുൻപ് ബിഫോർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ ചാർജ് ഇല്ല, നോ ചാർജ്. അതേപോലെ ആഫ്റ്റർ റിയാക്ഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് നെഗറ്റീവ് ചാർജ്. ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ചാർട്ട്. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഇസ് മീൻ ബൈ അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്? അയോണിക ബന്ധനം എന്താണെന്നാണ് അടുത്ത ഒരു പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിനകത്ത് കൂടെ മനസ്സിലാക്കുന്നത് ആണ്. അപ്പോൾ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയും, അയോണിക ബന്ധനം. അപ്പോൾ ഇറ്റ് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അതായത് പോസിറ്റീവ് അയോണിന്റെയും നെഗറ്റീവ് അയോണിന്റെയും വൈദ്യുത ആകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ആ ബന്ധനമാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലുള്ള ബന്ധനമാണ്, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ബന്ധനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി ആ അയോണിക ബന്ധനം നിങ്ങൾക്ക് ചിലപ്പോൾ ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്, MgO. മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ്. ഇത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇത് എങ്ങനെ ഇത് ഡോട്ട് വാലൻസ് ഇലക്ട്രോണിനെ കണ്ടെത്തും എന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, അതിൽ നിന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. 12 ആകുമ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം 12 ആണ്, 282 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 826. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ഓഫ് മാഗ്നീഷ്യം ആറ്റം is 2, that represented as 2 dots. ദെൻ ഓക്സിജൻ ആണ്, ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ 6 ഡോട്ടുകൾ ഇങ്ങനെ ചുറ്റിന് വിട്ടിട്ടുണ്ട്. മാഗ്നീഷ്യം ലോസ് 2 ഇലക്ട്രോൺസ് ഓർ ഡൊണേറ്റ് 2 ഇലക്ട്രോൺസ് to oxygen atom. Magnesium becomes positive ion and oxygen becomes negative ion. അതിൽ മാഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ മാഗ്നീഷ്യം അയൺ പോസിറ്റീവ് അയൺ ആയി മാറുന്നു. അതേപോലെ തന്നെ ഓക്സിജൻ ആ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അത് O2-, അതായത് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മാഗ്നീഷ്യവും അതേപോലെ ഓക്സിജനും അതിനെ ഒക്ടറ്റ്, അതായത് അഷ്ടകം പൂർത്തിയാക്കുന്നുണ്ട്, ടു അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ മാഗ്നീഷ്യം 2 ഇലക്ട്രോൺ ഡോട്ട് ഇട്ട് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ എഴുതുക, അതുപോലെ ഓക്സിജൻ എഴുതുക. അടുത്ത മാഗ്നീഷ്യത്തിന് ഈ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 പോസിറ്റീവ്, 2 പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇലക്ട്രോണിനെ കിട്ടുമ്പോഴത്തേക്കും ഈ ഓക്സിജന് 6 ഇലക്ട്രോൺ എന്നുള്ളത് 8 ആയി മാറുന്നുണ്ട്. അതിനോടുകൂടെ 2 നെഗറ്റീവ് ചാർജും കൂടെ ലഭിക്കും. ഇവിടെ മഗ്നീഷ്യത്തിന്റെ 282 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28 ആയി മാറും.
നിങ്ങൾക്ക് അറിയാൻ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. അതേപോലെ അതേ ബേസ് ചെയ്തൊരു ചാർട്ടും കൂടെ തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാഗ്നീഷ്യത്തിനും അതേപോലെ ഓക്സിജനും റിയാക്ഷന് മുന്നും അതേപോലെ റിയാക്ഷന് ശേഷവും എന്തൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണം, അതേപോലെ ചാർജ്, ഇതൊക്കെ എത്രയാണെന്ന് എഴുതാനാണ്. ഫസ്റ്റ് വൺ മഗ്നീഷ്യം ആണ്. ബിഫോർ റിയാക്ഷൻ, പ്രവർത്തനത്തിന് മുന്നേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2H2, ആഫ്റ്റർ റിയാക്ഷൻ 2H. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിഫോർ റിയാക്ഷൻ മഗ്നീഷ്യം 12, ആഫ്റ്റർ റിയാക്ഷൻ 10. രാസപ്രവർത്തനത്തിന് മുമ്പ് 12 ഇലക്ട്രോണും രാസപ്രവർത്തനത്തിന് ശേഷം 10 ഇലക്ട്രോണും. അതേപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും രണ്ടെണ്ണത്തിൻ്റെയും. മഗ്നീഷ്യം ആയാലും ഓക്സിജൻ ആയാലും പ്രോട്ടോണിന്റെ എണ്ണം എപ്പോഴും അതിൻ്റെ അറ്റോമിക് നമ്പറിന്റെ സെയിം നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ 12 ആണ് പ്രോട്ടോൺസിന്റെ എണ്ണം. അതേപോലെ ചാർജ് ചെയ്യുമ്പം റിയാക്ഷന് മുന്നാണെങ്കിൽ മഗ്നീഷ്യത്തിന് ചാർജ് ഇല്ല, നോ ചാർജ്. റിയാക്ഷന് ശേഷം മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് എഴുതിയാൽ മതിയാവും. ദെൻ ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിയാക്ഷന് മുമ്പ് 2,6, ആഫ്റ്റർ റിയാക്ഷൻ 2,8. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിഫോർ റിയാക്ഷൻ 8, 2,6, 8, ആഫ്റ്റർ റിയാക്ഷൻ 2,8, 10 ആണുള്ളത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓക്സിജന് വരുന്നത് 8 ആണ്. സെയിം ആയിട്ട് വരും, മാറ്റമില്ല. അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് പ്രോട്ടോണും ഇലക്ട്രോൺസും. ദെൻ ചാർജ് ആണ് അടുത്ത് വരുന്നത്. ഓക്സിജന് റിയാക്ഷന് മുമ്പ് ചാർജ് ലെസ് ആണ്, നോ ചാർജ് ആണ്. അതുപോലെ തന്നെ റിയാക്ഷന് ശേഷം ആഫ്റ്റർ റിയാക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ഇനി ടെക്സ്റ്റ് ബുക്കിലെ 2 ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മഗ്നീഷ്യം ഓക്സൈഡ്? മഗ്നീഷ്യം ഓക്സൈഡിൽ അടങ്ങിയിട്ടുള്ള അയോണുകൾ ഏതെല്ലാം? ആൻസർ Mg2+O2-. മഗ്നീഷ്യം അയോണും ഓക്സൈഡ് അയോണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം മഗ്നീഷ്യം ടു ഓക്സിജൻ? മഗ്നീഷ്യത്തിൽ നിന്നും എത്ര ഇലക്ട്രോണുകളാണ് ഓക്സിജനിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത്? ആൻസർ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോണുകൾ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. നമ്മൾ ഇതുവരെ പഠിച്ച അയോണിക് കോമ്പൗണ്ട്സിന്റെ, അയോണിക് സംയുക്തങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഈ സൊലുബിൾ ഇൻ പോളാർ സോൾവെന്റ്. പോളാർ സോൾവെന്റുകൾ, അതായത് പോളാർ ലായകങ്ങളിലൊക്കെ ലയിക്കുന്നു. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ നന്നായി ലയിക്കുന്നവരാണ് അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം. അതേപോലെ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്, ബാഷ്പശീലം ഇല്ലാത്തതും കാഠിന്യമുള്ളതുമാണ്. അതേപോലെ തേർഡ് പോയിന്റ്, എക്സിസ്റ്റ് ക്രിസ്റ്റൽസ്, സാധാരണ അത് ക്രിസ്റ്റലുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാമ്പിൾ ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ഉപ്പാണല്ലോ, ഉപ്പ് എപ്പോഴും ക്രിസ്റ്റൽ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. തിളനിലയും ഖരാങ്കവും ഉയർന്നതായിരിക്കും, വളരെ ഉയർന്ന ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും ഉള്ളത്. ലാസ്റ്റ് പോയിന്റ്, നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്, ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റ്, ഉപ്പ് കല്ലായിട്ടിരിക്കുന്ന സമയത്ത് അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല. അതേസമയം മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകിയ അവസ്ഥയിലും അക്വസ് സ്റ്റേറ്റിലും അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടില്ല, ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും വൈദ്യുതിയെ കടത്തിവിടുന്നവരാണ് അയോണിക് കോമ്പൗണ്ട്സ്. ഇത്രയാണ് അയോണിക് ബോണ്ടില്, അയോണിക് കോമ്പൗണ്ട്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് കോവാലന്റ് കോമ്പൗണ്ട് ആണ്, അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.